എടി കമലാശിപ്പണ്ണേ, എന്തോ? നീ നാടകം കളിച്ചിട്ടുണ്ടോടി? കൊച്ചുമപ്പൻ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? അപ്പൊ നിനക്ക് കൊണ്ടു അത് ഇച്ചിരി ഒഴികെ. അയ്യോ, ഇപ്പൊ തന്നെ ഒത്തിരിയായി. എടി, കൂര വെച്ചു തന്നത് ആരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്തോ ചോദ്യം ഇത്? എന്റെ കൊച്ചുമുപ്പന്റെ കടാക്ഷം കൊണ്ടല്ലയോ ഞങ്ങൾ ജീവിക്കുന്നേ. തള്ളക്ക് ചെന്നത്തെ കച്ചവടായി ആങ്ങളെ കൊച്ചിന് കൊച്ചുമൂപ്പന്റെ കണക്കെടുത്ത്. ണെങ്കിൽ പെട്ടി നിറയെ സാരികള്, കുട്ടിക്കുറ പൗഡറ്, മണക്കുന്ന സോപ്പ്, സെന്റ്, ചാന്ത്, കൺമഷി, കണ്ണാടി എന്ന് വേണ്ട ഒന്നും പറയണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. പിന്നെന്താണ് ഞാൻ വരുമ്പോ ഈരായിട്ടൊരു സുഖക്കുറവ്? ദൈവദോഷം പറയത്. ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ കാലിൽ ചാടി അങ്ങ് ചത്തു കളയും. ഓ, നീ ചാവൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം, എന്നെ കെട്ടിച്ചൂടാൻ പോകുന്നതിന്റെ കെറുവല്ലയോ? ഓ, കെട്ടുന്നതൊക്കെ കൊള്ളാം, കെട്ടിയവനെ കൊണ്ടൊക്കെ പൊക്കോണം. അല്ലാതെ ഞാൻ കയറി ഇറങ്ങുന്നിടത്ത് കണ്ട വള്ളക്കാരൊക്കെ പൊട്ടിക്ക് ഞാനിതുപോലെ. ആ, ആരാ? ചട്ടത്തിയാടേ, ഒന്നിങ്ങോട്ട് വായോ. കിടന്ന് മോങ്ങടാ, തുണി കൊടുക്ക. കൊച്ചുകൂപ്പന്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി ഉടുക്കുന്നു ചന്തയെ വെച്ച് ശപഥം ചെയ്തു. എന്താ, ആരെങ്കിലും പൊത്തിയോ? പൊത്തിയ മോന്ത മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇത് തൊഴിച്ചു അടിതാവിക്കിട്ട്. അന്നേരം കത്തിയാൽ പോയി, കൈവിട്ടു പോയി. അല്ലെങ്കിൽ അങ്ങ് ചൊറിഞ്ഞാനെ. കത്തുന്ന ശവത്തേന്ന് ബീഡി എത്തിക്കരുത് കൊച്ചുകൂപ്പ. എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ കൊച്ചുകൂപ്പനെ പറഞ്ഞ എന്ത് പറഞ്ഞു? പറഞ്ഞോ? അതിനപ്പുറം പറഞ്ഞു. ആടാവൻ? ആ കപ്പ കച്ചവടക്കാരൻ തെണ്ടി. സന്തോഷത്തോടെ ഡൈമൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനേതാ ചാടിപ്പോകുന്നേ. ബ്രഹ്മാവിന് ബർമ്മ വെച്ചവനാണ് ഈ ഡൈമൻ ചട്ടമ്പി. കപ്പക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാറയ്ക്ക് തോണ്ടിക്കും. എന്റെ തന്തയ്ക്കും തറവാടിനും പറയാൻ ചന്തക്കാർ വാങ്ങുമല്ലേ? അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ള ഏതെങ്കിലും പട്ടി എന്നൊക്കെ അറിയാ? അമ്മയുടെ മുലപ്പാൽ ഒത്തിരിയും കുടിച്ചിട്ടുള്ളത് കൊണ്ട് അറിഞ്ഞിങ്ങി വന്നതാ.
രണ്ടും എന്റെ ചോര തമ്മിത്തല്ലി ചവണത് എന്റെ മുമ്പിൽ വേണ്ട. അങ്ങനെ വേണമെങ്കിൽ എന്റെ ശവത്തെ ചവിട്ടിട്ടയക്കും. പണ്ട് എന്റെ അമ്മയെ അച്ഛൻ ചവിട്ടി കൊന്നപ്പോ എവിടെ പോയായിരുന്നു അമ്മാവന്റെ ഈ രക്തബന്ധമൊക്കെ? അന്ന് അതിനെതിരെ ഒരു ചെറുതിരളെങ്കിലും നിങ്ങൾ അരയ്ക്കോ? അന്ന് പായിപ്രവാസമുള്ള എല്ലാവർക്കും പേടിയായിരുന്നു. എനിക്ക് നിങ്ങളെ പുച്ഛമാണ്. കൊച്ചനെ, തെര വരും പോകും, കര പിന്നെയും കാണും. കാറും കോളും ഉള്ളപ്പോ തെര മുറിക്കാൻ നോക്കല്ലേ. പിന്നെ അവന്റെ മുമ്പിൽ തലയും കുറച്ച് നിൽക്കണമെന്ന് അച്ഛൻ പറയുന്നേ. എന്നല്ലടാ, നീയും അവര് ഒരുപോലല്ല. 10 വയസ്സുള്ളപ്പോ സ്വന്തം തള്ളയെ തന്ത ചവിട്ടിക്കൊല്ലുന്നത് കണ്ടോണ്ട് നിൽക്കേണ്ടി വന്ന ഭാഗ്യദോഷിയാവൻ. തള്ളയെ ചവിട്ടിക്കുന്നതിന്റെ കാരണം ഏതോ ഒരു ഇഷ്ടക്കാരിയായിരുന്നു. ഒരു കൊതുമ്പ് വള്ളത്തിൽ ഒരിക്കൽ ഇഷ്ടക്കാരിയുടെ അടുത്ത് പോയ പായിപ്പറ വാസുപിള്ളയുടെ ശവമാ അതേ വള്ളത്തിൽ തിരിച്ചു വന്നേ. അവൻ അതും കാണേണ്ടി വന്നു. വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും ഞാനിപ്പോഴും ഓർക്കുക, ചാമക്കാട്ട് ഭഗവതിയുടെ പൂരത്തിന്റെ അന്ന് രാത്രി ഈ പായിപ്പറ വാസുപിള്ളയും കൂട്ടരും കൂടി ഉത്സവം കൊള്ളാൻ വന്നു. നേരം വെളുത്തപ്പോ എന്റെ പെങ്ങളെ കാണാനില്ല. ഈ രാഘവന്റെ തള്ളേ അവന്റെ കൂടെ പോയതാണെന്നോ ബലാത്കാരം കൊണ്ടുപോയതാണെന്നോ ആരറിഞ്ഞു? അവനോട് മുട്ടാനുള്ള ശേഷി അക്കാലത്ത് നമുക്കുണ്ടായിരുന്നില്ല. ആ കഥ ഞങ്ങളങ്ങ് വിട്ടു. തന്തയും തള്ളയും ഇല്ലാത്ത ചെക്കനെ കൂട്ടിക്കൊണ്ടു പോരാമെന്ന് കരുതി പിന്നെ ഞാൻ ഒരിക്കലൊന്ന് പോയതാ. 10 or 15 വയസ്സേ ഉള്ളൂ അന്ന് ഈ രാഘവൻ. അവനന്ന് എന്റെ കൂടെ വന്നില്ല എന്നുള്ളതോ പോട്ടെ, 10 പേര് കാങ്കി ആക്ഷേപിച്ചു വിട്ടു. പിന്നത്തെ വരവ് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാനൊന്നുമില്ലാത്ത അവനെ നമ്മളിപ്പോ ഒരു കൂട്ടം കൂടി തല്ലാനും പിടിക്കാനും പോയാല് നമുക്കത് ദോഷമായി വരൂ. വല വീശി എറിഞ്ഞാ മതി, അവനതെ കുടുങ്ങും. നമ്മളൊരു കോരങ്ങ് പോരും. അതുവരെ എന്റെ കുഞ്ഞൊന്ന് അടങ്ങിയേ നോക്കൂ. ആണ്ട കിടക്കാം. ചീട്ടും കോപ്പായിട്ട് നടന്നാ പോരാ, ആമ്പിള്ളേരടിച്ചു. ഓട് കൊടു കൊടു കൊടു, കാശെടുക്ക് കാശെടുക്ക്. മാറി മാറി ഇങ്ങോട്ട്. ആ ഇങ്ങോട്ട്. കളിച്ചോ? തമ്പി, താൻ ആള് കൊള്ളാവല്ലോടൂ. താൻ കളിക്കാൻ വന്നിരിക്കല്ല, മറ്റുള്ളവരെ കളിപ്പിക്കാൻ വന്നിരിക്കല്ലേ? കൊച്ചുമൂപ്പൻ അടിക്കാനുള്ള ചീട്ട് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കും. പരാതി പറയേണ്ടത് കാഴ്ചക്കാരനല്ല, കളിക്കാരനാ. അത് നേര്. തമ്പി, ആ കൈ ഒരു കൈ ഞാനിരിക്കാം. ഞാനില്ല. വാ വാ. നീ ഇങ്ങോട്ടെ. ആശാന്റെ കൂടെ. ഏതാശ? അവനെന്തോ നിന്നെ കുടിപ്പൽ കൊടുത്ത് പഠിപ്പിച്ചോടാ? ഇല്ല. ഇവിടെ അവിടെ പിടിയാനാ, ഇവിടെ കൊമ്പനാനാ, നടുക്കൊരു കുഴിയാനാ. എന്നോട് പൊറുക്കണം കൊച്ചേട്ടാ, എന്നെ എടുത്തോ ചേട്ടാ. എല്ലാവരും കരുതി ഡയമണ്ട് കീറിയെന്ന്. ഡയമണ്ട് കീറിയിട്ടില്ല, ഡയമണ്ട് കീറിയിട്ടേ ഉള്ളൂ.
മുരുകപ്പ, ആരാടാ ഇവിടെ കൊച്ചുമൂപ്പൻ? എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ ഒരു രോമത്തിന് വിലയില്ല. കൊച്ചുമൂപ്പനും അവന്റെ അപ്പം മൂപ്പനും. ചോരേ നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ. ഡൈമൻ ചട്ടമ്പി, എന്തുവാ ഇത്? ചില്ലറ വരട്ടൽ. വെട്ടിച്ചിറ ഡൈവൻ. എടാ പൊന്നു മോനെ, മേലാ വെള്ളം അടിച്ചോണ്ട് കവലയിലോ ചന്തയിലോ കയറുകയോ ഇമാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്ത നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും, കേട്ടോ? എന്തിനാടാ പട്ടിച്ചങ്ങല? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുഴണ്ടി വരും, അതുകൊണ്ടൊരു ധൈര്യത്തിനാ. ആ, അതിനെ ഒരു ഇരുമ്പ് കഷ്ണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി. ഇത് നമുക്ക് വേണ്ട, കേട്ടോ? വെള്ളയ്ക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പമ്മ മീശ? ആകെ കൂടി ബാക്കിയുള്ള ഒരു ആയുധം, അതും കൂടി പോയാ ഈ ഡയമണ്ട് ജോക്കറായി പോവും. പൊന്നും കൊടുത്ത് എന്താടാ പൊട്ട്? ഉടനെ പോയി മീശ അങ്ങെടുക്കണം, എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം. മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും, മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും, കേട്ടോ ഡൈമ? ഒന്ന് തിരിഞ്ഞു നിന്നേ. ഡൈമ ഇന്ന കർത്താവിന്റെ കൃപ കൊണ്ട് നിന്നെ ഒരിക്കൽ കൂടി കാണാനും ഇതുപോലൊന്ന് കൂടാനും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ അങ്ങ് പോയി. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? നിന്നോട് ലോകമുള്ളവരെയൊക്കെ അവന്മാര് തെരഞ്ഞു പിടിച്ച് തല്ലും. രായ്ക്ക് രാമായണം ഞാൻ നമ്മുടെ ജവളി വെള്ളത്തെ കയറി അങ്ങ് മുങ്ങി ആലപ്പുഴയ്ക്ക്. പിന്നെ എല്ലാം ഒന്ന് നിരപ്പായതിനു ശേഷമാണ് പൊങ്ങിയത്. ഞാൻ കാരണം നിങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു അല്ലേ? അന്ന് എന്നെ വെട്ടിയവനെയൊക്കെ തടഞ്ഞു നിർത്തി അരിഞ്ഞു വീഴ്ത്താൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവൾ എന്നെ തള്ളി പറഞ്ഞപ്പോ മത്തായിച്ച എന്റെ ബലമൊക്കെ പോയി, ഞാൻ തളർന്നുപോയി. അതൊക്കെ കഴിഞ്ഞില്ലേടാ കുഞ്ഞെ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടി കെട്ടി ദൈവം കൊടുത്തു. ആ പെണ്ണിന്റെ കല്യാണം മുടക്കിയടാ. ആ മീകച്ചടക്കാരൻ ചെക്ക വേറെ പെണ്ണ് കെട്ടി. പിന്നെ വടക്കുന്നെങ്ങാണ്ട് ഊരും പേരുമില്ലാത്ത ഒരുത്തനെ തപ്പി പിടിച്ചോണ്ട് വന്ന് അവന്റെ തലക്കങ്ങ് കെട്ടിവെച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. അവളുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. വേണ്ട.